ഹലോ ഗൈസ്, നിങ്ങൾ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണോ അതോ ക്രാഫ്റ്റ് ചെയ്യുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മസ്റ്റായിട്ടുള്ള കുറച്ച് ഐറ്റംസ് കാണിച്ചു തന്നാലോ? എൻ്റെ അടുത്തുള്ള ഐറ്റംസാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. സോ നമ്മുടെ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഫെവി സ്റ്റിക്കാണ്. അപ്പോൾ ഫെവി സ്റ്റിക്ക് നിങ്ങളുടെ അടുത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ ഫെവി സ്റ്റിക്ക് നിങ്ങളുടെ അടുത്ത് എന്തായാലും മസ്റ്റ് ഹാവ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. പേപ്പർ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ ഇതങ്ങനെ എത്ര പെട്ടെന്നൊന്നും തീർന്നു പോയില്ല, ഇത് ഒരുപാട് കാലം നിൽക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പേപ്പർ ക്രാഫ്റ്റിനൊക്കെ ഇത് വളരെ ഉപയോഗിക്കാറുണ്ട്. കൂടെ ജേണലിന് ഇത് വളരെ വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ നമ്മുടെ രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഫെവി ഗമ്മാണ്. സോ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലവരിതിന് ഗ്ലൂ എന്നും പറയും കേട്ടോ. അപ്പോൾ ഈ ഗ്ലൂ ഭയങ്കര യൂസ്ഫുള്ളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും പേപ്പറൊക്കെ ഒട്ടിക്കുക, ചാർട്ട് പേപ്പറിനൊക്കെ അത്യാവശ്യം യൂസ്ഫുൾ തന്നെയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരെണ്ണം ഉണ്ട്, അതുകൊണ്ട് കാണിച്ചു എന്നേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല, ഇത് നല്ല യൂസ് ഉണ്ട്. നല്ല ഗമ്മന്നെ ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അടുത്ത ഐറ്റം നമ്മുടെ ഫെവിക്കോളാണ്. ഫെവിക്കോൾ ഇതുപോലെ പുതിയൊരു ടൈപ്പ് ഉണ്ട് അല്ലേ. ഇത് നമുക്ക് നല്ലൊരു സംഭവം തന്നെയാണ്. ഇതാ ഇങ്ങനെ നോസ് ടിപ്പ് പിടിച്ചാൽ നമുക്കങ്ങനെ കാറ്റൊന്നും കയറി പെട്ടെന്ന് എയർ കയറിയിട്ട് കേടാവുന്നൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇത് നല്ലൊരു സാധനം തന്നെയാണ്. ഇത് നമുക്ക് മുകളിലോട്ടൊക്കെ ആയിട്ട് പ്രസ് ചെയ്താൽ ഗമ്മ് വരും. അതുപോലെ താഴോട്ടാക്കി വെച്ചാൽ അത് ലോക്കായി നിൽക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ എയറൊന്നും ഉള്ളോട്ടോ കടക്കില്ല. അടിപൊളി സാധനമാണ്. പിന്നെ ഇത് നമ്മുടെ നോർമൽ ഫെവിക്കോള്. ഇത് തന്നെ ഒരുപാട് പേരെ എടുത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അധികം ഇതിനെപ്പറ്റി പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഇതൊരു നല്ല സാധനം തന്നെയാണ് ഫെവിക്കോള്. നമുക്ക് ഫെവി സ്റ്റിക്ക് കൊണ്ട് ഒട്ടിക്കാൻ പറ്റാത്ത പലതും ഫെവിക്കോൾ കൊണ്ട് ഒട്ടിക്കാം. ഇത് ഫെവി ബോണ്ടാണ് കേട്ടോ. ഇത് നമുക്ക് ഫെവിക്കോൾ കൊണ്ട് ഒട്ടിക്കാൻ പറ്റാത്ത ചില എന്താ പറയുക ത്രെഡുകൾ, ജൂട്ട് ത്രെഡ്സ്, അതുപോലെ ഓരോ മരക്കഷ്ണം പോലത്തെ ഒക്കെ നമുക്ക് ഒട്ടിക്കാൻ പറ്റും. നല്ലൊരു സാധനമാണ് കേട്ടോ. അടുത്തതായിട്ടുള്ളത് നമ്മുടെ ടേപ്സാണ്. അപ്പോൾ ടേപ്പുകൾ പല സൈസിലുണ്ട്. എൻ്റെ അടുത്ത് ചെറുതുണ്ട്, പിന്നെ ഒരു മീഡിയം സൈസിലുണ്ട്, പിന്നെ ഏറ്റവും വലുതും ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതേ ഒന്ന് ധാരാളം കേട്ടോ. നമുക്ക് വലുത് മാത്രം മതി, കാരണം നമുക്ക് വലുത് വേണമെങ്കിൽ ചെറുതാക്കാൻ പറ്റും. അങ്ങനെയൊക്കെ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കാൻ നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ ഇത് ഡബിൾ സൈഡ് ടേപ്പാണ് കേട്ടോ. ഇത് നമ്മൾ വാൾ ഡെക്കോസ്, വാൾ പോസ്റ്റേഴ്സൊക്കെ ഒട്ടിക്കുമ്പോൾ നമുക്ക് നല്ല യൂസ്ഫുള്ളാണ്. ഒന്ന് ചുമരിലും ഒട്ടി നിൽക്കും, ഒന്ന് നമ്മുടെ പേപ്പറിലും ഒട്ടി നിൽക്കും. പിന്നെ ഉള്ളത് സിസേഴ്സാണ്. അപ്പോൾ സിസേഴ്സ് നിങ്ങൾ എന്തായാലും 2 സിസേഴ്സ് കൈ വെക്കുന്നത് നല്ലതായിരിക്കും. ഒന്ന് വലുതും ഒന്ന് ചെറുതും. അപ്പോൾ എൻ്റെ അടുത്ത് വലുതും ഉണ്ട് ചെറുതും ഉണ്ട്. അതാണ് ഇതൊക്കെ. ഇത് രണ്ടും നല്ല ഷാർപ്പ് തന്നെയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ ഭയങ്കര യൂസ്ഫുള്ളാണെന്നൊന്നും ഞാൻ പറയത്തില്ല പേപ്പർ പഞ്ച്. ഇത് വേണമെങ്കിൽ നമുക്ക് കോല് കുത്തിയാലും നല്ല ഓട്ടയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത് നമുക്ക് കീ ചെയിനൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ്ഫുള്ളായിരിക്കും. ഇതെൻ്റെ അടുത്തുള്ളതുകൊണ്ട് ഞാൻ കാണിച്ചു. സോ ബൈ ബൈ ബൈ.